ഷിരൂരിൽ അർജുന്റെ ട്രക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഏതാനും അല്പസമയത്തിനുള്ളിൽ തന്നെ ട്രക്ക് റോഡരികിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സിജു കണ്ണനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സിജു, കുറച്ച് സമയം കൂടെ കാത്തിരിക്കുകയാണെങ്കിൽ ആ ട്രക്ക് നമുക്ക് റോഡിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ടത് റോഡരികിലേക്ക് എത്തിക്കഴിഞ്ഞു. ക്രെയിൻ ഉപയോഗിച്ച് ഈ ട്രക്ക് ഉയർത്തുന്ന ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ അവിടെ റോഡിനോട് ചേർന്ന ഭാഗത്തേക്ക് ഏതാണ്ട് 2-3 മീറ്റർ വ്യത്യാസത്തിൽ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രഡ്ജറിലെ ക്രെയിൻ സംവിധാനം ഉപയോഗിച്ചും കരയിൽ നിർത്തിയ മറ്റൊരു ക്രെയിൻ സംവിധാനം ഉപയോഗിച്ചുമാണ് ഇത് ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 10 മീറ്ററിലധികം മുകളിലേക്ക് ദേശീയപാതയുടെ ഭാഗത്തേക്ക് ഇത് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പം കൂടി മുന്നോട്ടേക്ക് നീക്കാൻ കഴിഞ്ഞാൽ കൃത്യമായും ദേശീയപാതയുടെ ഭാഗത്തുള്ള നിരപ്പായ സ്ഥലത്തേക്ക് ട്രക്ക് എത്തിക്കാൻ കഴിയും. അതിൻ്റെ മുൻഭാഗം ഒരു 2-3 മീറ്റർ കൂടി പിന്നിട്ടാൽ അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ കരയിലെ ക്രെയിൻ സംവിധാനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് എത്തിക്കാനാണ് ശ്രമം. അവിടെ വലിയ തോതിൽ കല്ലും മണ്ണും എല്ലാം തന്നെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ ഭാഗത്തു കൂടി വേണം ഇനി ഒരു 2-3 മീറ്റർ നീക്കി വേണം ഇനി ഈ ട്രക്ക് അവിടത്തേക്ക് എത്തിക്കാൻ. ട്രക്ക് കരയിലെത്തിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടി ഗംഗാവാലി പുഴയിൽ നിന്ന് ഈ ട്രക്ക് ഉയർത്തി. അതിനുശേഷം നടത്തിയ പരിശോധനയിൽ ക്യാബിനകത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി. മൃതദേഹം പിന്നീട് തുടർ പരിശോധനകൾക്കായി DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതിനായി കാർവാർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്ന് ഹൂബ്ലി റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ തന്നെ ഇവിടെ ട്രക്ക് ഉയർത്താനുള്ളൊരു ശ്രമം നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് പുഴയുടെ മധ്യഭാഗത്ത് നിന്ന് SDRF സംഘം എത്തി ട്രക്കിൽ നടത്തിയത്. അതിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെടുത്തത്. ഇനി ഇതിപ്പോൾ കരയിലെത്തിച്ച് വിശദമായ പരിശോധന നടത്തും. ശരീരഭാഗങ്ങൾ ഇതിനകത്തുണ്ടോ എന്നൊരു സംശയം നിലവിലുണ്ട് എന്നാണ് അധികൃതരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കരയിലെത്തിച്ച ശേഷം പരിശോധന നടത്തേണ്ടതുണ്ട്. കരയിലെത്തിച്ച് ഈ തകർന്നു കിടക്കുന്ന മുൻഭാഗം മുറിച്ചു മാറ്റിയ ശേഷമായിരിക്കും ട്രക്കിൻ്റെ അകത്ത് പരിശോധന നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ കരയിലേക്ക് കയറ്റിയ ഉടൻ ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഒരു 10-15 മിനിറ്റിനകം തന്നെ ഇത് കരയിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇത് നിർത്തിയിട്ട നിലയിലായിരുന്നതിനാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട നിലയിലായതിനാൽ ഇതിൻ്റെ പിൻഭാഗത്തെ ചക്രങ്ങൾ കൃത്യമായി കറങ്ങാത്ത ഒരു പ്രശ്നമുണ്ട്. ഇത് വലിച്ചു കയറ്റുമ്പോൾ ആ ഹാൻഡ് ബ്രേക്ക് ഇട്ട സംവിധാനം അത് അഴിച്ചു മാറ്റാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അത് അഴിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ സുഗമമായി ഈ ട്രക്ക് മുകളിലേക്ക് ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഈ നിൽക്കുന്ന സ്ഥാനത്ത് വലിയ ഒരു മൺതിട്ടയാണ്. ആ മൺതിട്ട കടന്ന് വേണം 2-3 മീറ്റർ കടന്ന് വേണം മുകളിലേക്ക് എത്തിക്കാൻ. അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അത്ര എളുപ്പത്തിൽ അവിടെ നിന്ന് വലിച്ച് ക്രെയിൻ ഉപയോഗിച്ച് കയറ്റുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇപ്പോൾ ഈ ബ്രേക്ക് സംവിധാനം അഴിച്ചു മാറ്റുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആവണി. സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുന്റെ ട്രക്ക് റോഡരികിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഉണ്ടായ ഒത്തിരി മണ്ണ് ഇപ്പോൾ ആ റോഡരികിൽ തന്നെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. ഒരു മൺതിട്ടയായത് രൂപപ്പെട്ടിട്ടുണ്ട്. ആ മണ്ണിനും കല്ലുകൾക്കും ഇടയിലൂടെ ഈ ലോറി വലിച്ചു കയറ്റുക ഒരു ദുഷ്കരമായ കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ സിജു സൂചിപ്പിച്ചതുപോലെ ഈ ട്രക്ക് നിർത്തിയിട്ടിരുന്ന സമയം ഇത് ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടയറുകളൊന്നും ചലിക്കാത്ത ഒരു സാഹചര്യം കൂടെയാണ്. മാത്രമല്ല ടയറുകളൊക്കെ പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മൺതിട്ടയ്ക്ക് പുറത്തുകൂടെ, ഈ ഒരു മൺകൂനയ്ക്ക് പുറത്തുകൂടെ ഈ ഒരു ട്രക്ക് ഉയർത്തിയെടുക്കുക ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. സിജു, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വലിയ ഒരു മൺകൂന തന്നെ മുന്നിൽ കാണുന്നുണ്ട്. ട്രക്കിന് മുന്നിൽ ഈ മൺകൂന മാറ്റിക്കൊണ്ട് ട്രക്ക് നീക്കാനുള്ള ശ്രമങ്ങളാണോ ഇനി നടക്കുക, അതോ ഈ ബ്രേക്ക് അഴിച്ചു മാറ്റിയ ശേഷം ട്രക്ക് നീക്കാനുള്ള ശ്രമമാണോ ഇനി നടക്കാൻ പോകുന്നത്? ഹാൻഡ് ബ്രേക്ക് അഴിച്ചു മാറ്റുന്നതിനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. ട്രക്കിൻ്റെ പിൻഭാഗത്ത് ടയറിൻ്റെ ചേർന്നുകൊണ്ട് അത് അഴിച്ചു മാറ്റുന്നതിനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്.
അത് മാറ്റിയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വളരെ സുഗമമായി ഇത് കരയിലേക്ക് വലിച്ച് കയറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ഏതായാലും 2-3 മീറ്റർ ദൂരം കൂടി മാത്രമാണ് മുന്നോട്ട് പോകാനുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ട്രക്കിൻ്റെ മുൻഭാഗം അവിടെ എത്തിക്കും, കരയിലേക്ക് എത്തും. തുടർന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ വലിച്ചു കയറ്റാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ഹാൻഡ് ബ്രേക്ക് സംവിധാനം അഴിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനകത്തു നിന്നുള്ള ബോട്ട് ഉൾപ്പെടെ അഴിച്ച് നീക്കം ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നു. 3 പേർ ചേർന്നാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ട്രക്ക് മുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരയിൽ ഉള്ള ക്രെയിൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് അതിപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സിജു, നിലവിൽ അവിടുത്തെ കാലാവസ്ഥ അനുകൂലമാണോ? കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഈ മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം അടക്കം അവിടെ മഴ പെയ്തിരുന്നു. ഇപ്പോഴും മേഘാവൃതമായ ഒരു കാലാവസ്ഥ പോലെ തോന്നുന്നു ദൃശ്യങ്ങളിൽ നിന്നും. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? നിലവിൽ ആ കാലാവസ്ഥ അനുകൂലമാണ്. ചെറിയ വെയിൽ തെളിഞ്ഞു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ശക്തമായ മഴ പ്രദേശത്തുണ്ടായിരുന്നു. ഈ ട്രക്ക് ഉയർത്തിയതിന് പിന്നാലെ തന്നെ വലിയ മഴയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത്രത്തോളം ബുദ്ധിമുട്ടേറിയ സാഹചര്യമില്ല. കാലാവസ്ഥ അനുകൂലമാണ്. ഇപ്പോൾ ഈ ട്രക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് നിലവിൽ നേരിടുന്നില്ല. ഈ വലിയ മൺതിട്ടകൾക്കിടയിലൂടെയും കല്ലുകൾക്കിടയിലൂടെയും അത് കൊണ്ടുവരിക, ഉയർത്തുക, വലിച്ചു കയറ്റുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട നിലയിലായതിനാൽ ചക്രങ്ങൾ കൃത്യമായും ചലിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. അത് മാറ്റാൻ കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ സുഗമമായി ഈ ട്രക്കിനെ മുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതേസമയം തന്നെ പറയേണ്ട ഒരു കാര്യം, 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. ലോകേഷ്, ജഗന്നാഥൻ എന്നീ കർണാടക സ്വദേശികൾ. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുങ്ങൽ വിദഗ്ധരുൾപ്പെടെ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കവും നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ട്രക്ക് കരയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ അല്പസമയത്തിനകം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2-3 മീറ്റർ മാറിയാണ് അതിൻ്റെ മുൻഭാഗം കരയിലേക്ക് എത്താൻ ഉള്ളത്. ഇനി അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് സംവിധാനം അഴിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ അത് കരയിലേക്ക് എത്തിക്കാമെന്നുള്ളത് കൊണ്ട് അതിനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ ട്രക്ക് ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ട്രക്ക് റോഡരികിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ വണ്ടിയുടെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് അഴിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് അഴിച്ചു മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും വാഹനം കുറച്ചുകൂടെ വേഗതയിൽ റോഡിലേക്ക് എത്തിക്കാൻ സാധിക്കും. മറ്റൊരു ദുഷ്കരമായ കാര്യമെന്ന് പറയുന്നത് ട്രക്കിന് മുൻപിലുള്ള മൺതിട്ട തന്നെയാണ്. ഉരുൾപൊട്ടലിലുണ്ടായ മണ്ണിടിച്ചിലും മണ്ണും കല്ലും കൂടിക്കിടക്കുകയാണ്. ഒരു മൺകൂനിയായി തന്നെ അത് കിടക്കുകയാണ്. അതിലൂടെ ഈ ലോറി വലിച്ചു കയറ്റുക എന്നത് ദുഷ്കരമായ ഒരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വാഹനം ഇത്രയേറെ തകർന്ന ഒരു സാഹചര്യത്തിലും ഒപ്പം തന്നെ വാഹനത്തിൻ്റെ ടയറുകളടക്കം വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ട നിലയിലായതിനാൽ തന്നെ വാഹനവും അനങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. തീർച്ചയായും ഈ മൺതിട്ടയും ഒരു പ്രതികൂലമായ സാഹചര്യം തന്നെയാണെങ്കിൽ പോലും ക്രെയിൻ ഉപയോഗിച്ച് അല്പസമയത്തിനുള്ളിൽ ഈ വാഹനം റോഡരികിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശേഷം വാഹനം പൊളിച്ച ശേഷമാകും കൂടുതൽ പരിശോധനകൾ അതിനുള്ളിലേക്ക് നടക്കുക. അർജുൻ്റെ ശരീരഭാഗങ്ങൾ ഇനിയും വാഹനത്തിനുള്ളിലുണ്ടോ എന്നുള്ള സംശയത്തിലാണ് അധികൃതരുള്ളത്. കൂടുതൽ പരിശോധനകൾ അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.